ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഫ്ലാഷ് ഫ്ലിക്സ്. കുറച്ച് നാളായി മൂവി റിവ്യൂസ് ചെയ്തിട്ട്. ഇന്നലെ വാഴ 2 കാണാൻ പോയായിരുന്നു ഷാസിൻ്റെ കൂടെ. ഗൈസ്, ഒരു രക്ഷയില്ലാത്ത പടം. ഇത് എല്ലാവരും കാണേണ്ട ഒരു മൂവിയാണ്. ലൈക്ക് ഫ്രം ഫാമിലി, സിബ്ലിങ്സ്, ഫ്രണ്ട്സ്, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്. എനിക്ക് അറിഞ്ഞൂടാ, ആ ഒരു ബോണ്ട് ഫീൽ ചെയ്യുന്നവർ മസ്റ്റായിട്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടായിരിക്കും പോകുന്നത്. ബിക്കോസ് ആ ലെവൽ ഓഫ് കണക്ഷൻ ഫീൽ ചെയ്യുന്ന ഒരു പടമാണ്. വെൽ ഡയറക്റ്റഡ് ബൈ നമ്മുടെ സവിൻ എന്ന പുള്ളിക്കാരൻ. പുള്ളിയുടെ ആദ്യത്തെ പടമാണെന്ന് അറിയത്തില്ല, ഐ ഗെസ് സോ. ആൻഡ് വിപിൻ ദാസ്. റൈറ്റിംഗ് വേറെ ലീഗിലെ റൈറ്റിംഗ് ആണ്. അതായത് ഇന്നത്തെ കാലത്തെ ആൾക്കാർക്കും പണ്ട് ഈ ഒരു പ്രായവും സിറ്റുവേഷൻസൊക്കെ കഴിഞ്ഞു വന്നവർക്കും ഒരുപോലെ കണക്റ്റ് ആവുന്ന രീതിയിലാണ് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ് കേട്ടോ. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, എനിക്കിങ്ങനെ ഇത് എങ്ങനെയായിരിക്കും. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദം ആർ സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുന്നവരാണ്. അപ്പം ഒരു ഫിലിം പോലത്തെ ഒരു മൂവി എന്ന് പറയുന്ന ഒരു സാധനത്തിൽ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം അവർക്കത് അഭിനയിച്ച് ഫലിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ അത് എത്രത്തോളം ആൾക്കാരായിട്ട് കണക്റ്റ് ആവും എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഹാഷിറും പിള്ളേരും തൂക്കിയെന്നല്ല ഗൈസ്, ഇതിൽ തൂക്കിയെടുത്തുകൊണ്ട് അവർ വേറെ ഏതോ പ്ലാനറ്റിൽ കൊണ്ടുപോയി ഈ പടത്തിനെ. ആ ലെവൽ ഓഫ് കമ്മിറ്റ്മെൻറ്റ് അവർ ഈ പടത്തിനോട് കാണിച്ചിട്ടുണ്ട്. ലൈക്ക് യുനോ, അവരുടെ ഈ ഒരു ചിരിപ്പിക്കുന്ന സംഭവങ്ങൾ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ആൻഡ് സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ ഹാവ്, എന്തോ പറയാമല്ലോ, നമ്മളിൽ ഓരോരുത്തരെയും നമുക്ക് ഈ പടത്തിൽ കൂടെ കാണിച്ചു തരും. സിറ്റുവേഷൻസിലായാലും ഓരോരോ മൊമെൻറ്റ്സ് സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ നമ്മുടെ ലൈഫിൽ കൂടെ പൊയ്ക്കൊണ്ട് ഇരുന്നതോ അല്ലെങ്കിൽ അനുഭവിച്ചതോ അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞു പോകുന്നത്. ഹാറ്റ്സ് ഓഫ് ടു ദ റൈറ്റിംഗ്. ലൈക്ക് പെർഫെക്റ്റായിട്ട് പല സാധനങ്ങളും ലിങ്ക് ചെയ്ത്. ആൻഡ് ദ ബ്രദർഹുഡ് തിങ് ഗൈസ്, മറ്റേ ഫസ്റ്റ് വാഴ ഫാമിലി ബോണ്ടിങ് ഫാദേഴ്സായിട്ടൊക്കെ ഉള്ള ഒരു കണക്ഷൻ ആണെങ്കിൽ ഇതിൽ ഫുൾ സിബ്ലിംഗ് ബോണ്ടിങ്ങും അല്ലെങ്കിൽ നമ്മൾ സിബ്ലിംഗ് പോലെ കാണുന്ന ആൾക്കാരുമായിട്ടുള്ള ഒരു കണക്ഷൻ്റെയൊക്കെ കേസാണ്. എൻ്റെ ബ്രദറിൻ്റെ കൂടെ കണ്ടുകൊണ്ട് എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞൊരു വഴിക്കായി. എനിക്ക് അവൻ്റെ സൈഡിലോട്ട് നോക്കണമെന്നേ ഇല്ല. എന്നാൽ എപ്പം ഞാൻ ചിലപ്പോൾ പൊട്ടിക്കരയുന്ന സെറ്റപ്പിലായി പോയതിനെ. ബിക്കോസ് നമുക്ക് ഞാൻ പറഞ്ഞില്ല, നമ്മുടെ കഷ്ടകാലത്തിലും നല്ല കാലത്തിലും കൂടെ ഉണ്ടാകുന്ന ഒരു പെർമനൻറ്റ് ബോണ്ട് എന്ന് പറയുന്ന നമ്മുടെ സിബ്ലിങ്സാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അവർ നമ്മുടെ കഷ്ടകാലവും കണ്ടിട്ടുണ്ട്, നല്ല കാലവും കണ്ടിട്ടുണ്ട്. ഏതൊരു സമയത്തിലായാലും ദേ വിൽ ബി ദെയർ വിത്ത് അസ്. അതേപോലെ നമുക്ക് ഫ്രണ്ട്സ് ഉള്ളവർക്ക് ലൈക്ക് ആ ഒരു രീതിയിലുള്ള ബോണ്ടിങ്. ഇപ്പം ഹാഷിറിൻ്റെയും ഫ്രണ്ട്സിൻ്റെയും കേസിലായി കഴിഞ്ഞാൽ അവർ റിയൽ ബ്രദേഴ്സ് പോലത്തെ ഒരു ബോണ്ടിങ് ആണ്. സോ ആ പടത്തിലും ആ സെയിം സാധനം നമുക്ക് കാണാൻ പറ്റും. ബിക്കോസ് അവരുടെ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞ പോലെ ഒരാളായിട്ട് ഒരു സിനിമയിൽ പോകുന്നതിനെ കാട്ടി ഈ 4 പേരും ഒരുമിച്ച് ആ സെയിം സിറ്റുവേഷൻ അവർ റീക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അവരുടെ ആ ഒരു ജീവിതത്തിലുള്ള ബോണ്ട് നമുക്ക് ഈ ഒരു പടത്തിൽ ക്ലിയറായിട്ട് കാണാൻ പറ്റും. സോ ഹാറ്റ്സ് ഓഫ് ആ ഒരു കാസ്റ്റിങ്ങിലും അവരുടേതായിട്ടുള്ള രീതിയിൽ അവർക്ക് ആ ഒരു പടത്തിൽ ഇൻവോൾവ് ആവാൻ പറ്റുന്ന ആ ഒരു ഫ്രീഡം കൊടുത്തതിലും അത് ആ പടത്തിൽ കാണാനുണ്ട്. അവർ ആ ലെവലിൽ എൻജോയ് ചെയ്തായിരിക്കും ചെയ്തിട്ടുള്ളത് എന്നുള്ളത് എനിക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. നമ്മളെ പയ്യന്മാർക്ക് മൊത്തം റിലേറ്റ് ആവും. നല്ല കയ്യടിയും ഫുൾ ഹൗസിലാണ് ഞാൻ കണ്ടത്. ആൻഡ് ഐ കുഡ് സീ ദാറ്റ് ഓൾ യങ്സ്റ്റേഴ്സ് വെയർ യുനോ കയ്യടിയിലും അവർ ചിരിക്കുന്നുണ്ട്. ഷുവർ ദേ ആർ ക്രൈങ്. അത് ഇരുട്ടത്ത് നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷേ എല്ലാവരും നല്ല രീതിയിൽ ഇമോഷണലായിട്ടാണ് കേസ് ആ തിയേറ്റർ വിട്ട് പോയിട്ടുള്ളത്. ലാസ്റ്റ് കൈവിട്ട് പോകും ലാസ്റ്റ് സീനിലൊക്കെ. ആൻഡ് ക്ലൈമാക്സ് വാസ് വേറെ ലീഗ് സാധനം. അതെന്തായാലും മിസ് ചെയ്യില്ല കേസ് ലാസ്റ്റ് പോർഷൻ. അതായത് നമ്മൾ അത്ര ഇമോഷണൽ ആക്കിയിട്ട് അവർ ഒരു സാധനം അങ്ങെടുത്തങ്ങ് ഇടും. അത് പൊളി ഐറ്റം വരുന്നു. അത് ഞാൻ പറഞ്ഞില്ല, പടത്തിൻ്റെ മൂഡ് വീണ്ടും ഒരു ഹാപ്പി സംഭവത്തിലോട്ട് കൊണ്ടുവരുന്ന പോലത്തെ ഒരു പരിപാടി. ആൻഡ് മ്യൂസിക് എഡിറ്റിംഗ് എവറിത്തിങ് ടു ദ പോയിൻറ്റ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് മസ്റ്റ് വാച്ച് ഗൈസ്. ഇത് വിട്ടുപോകില്ല തിയേറ്ററിൽ. ഫ്രണ്ട്സായിട്ട് പോവുക, സിബ്ലിങ്സായിട്ട് പോവുക. വേറെ ദിവസം എടുത്തു പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ സാറന്മാർ, നമ്മളെ വിജയ് ബാബു, അജു വർഗീസ്, ലൈക്ക് ഇങ്ങനത്തെയൊക്കെ സാറന്മാർ നമുക്ക് പണ്ടും ലൈക്ക് നമ്മളെയൊക്കെ സ്കൂളിൽ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടാവും. ഇതേപോലത്തെ ചെറിയന്മാരായിട്ടുള്ള സാറന്മാരാണ്. അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് നമ്മളെ മറ്റേ ഈ കൂട്ടുകാരെ പോലെ കാണുന്ന സാറന്മാരുണ്ടാവും. അപ്പം ഇതൊക്കെ നമുക്ക് നല്ല രീതിയിൽ റിലേറ്റ് ആകാൻ പറ്റും. അത് കാണുമ്പോൾ നമ്മൾ ഒന്നുകിൽ ഇറ്റ് ടേക്സ് അസ് ടു അവർ ചൈൽഡ്ഹുഡ്, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ സ്കൂൾ ലൈഫും സംഭവങ്ങളൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുമാണ് ഇതൊക്കെ. പിന്നെ അതിൽ പറയാനുള്ള കേസ്, ഇതിൽ അൽഫോൺസ് പുത്രൻ പൊളിച്ച്. കഴിഞ്ഞ വാഴയിൽ ബേസിൽ ചെയ്തതിൻ്റെ ഒരു 3x ടൈംസ് പുള്ളി ഇതിൽ വന്ന് ഫുൾ ഷോ അടിച്ചിട്ട് പോയിട്ടുണ്ട്. പിന്നെ ആ സീനിലെ പിള്ളേർ കയ്യടിയായിരുന്നു, മനസ്സിലായി. സോ ദാറ്റ് ഷോസ് എന്തുമാത്രം സാധനങ്ങളാണ് നമ്മുടെ സ്കൂൾ ലൈഫിലും കോളേജ് ലൈഫിലൊക്കെ സിസ്റ്റം വൈസ് മാറാനുള്ളതെന്നുള്ളത്. അപ്പം ദീസ് തിങ്സ് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവുന്ന കാര്യങ്ങളാണ് കുറേയൊക്കെ. ആൻഡ് അത് പ്രോപ്പറായിട്ട് അത് റൈറ്റിങ്ങിൽ കൂടെ ഈ ഒരു ക്യാരക്ടർ വഴി ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഒരുപാട് കണക്റ്റ് ആവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മളിത് കാണുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ആൾക്കാരെയൊക്കെ ഓർമ്മ വരും. നമ്മുടെ സിസ്റ്റർ, നമ്മുടെ ബ്രദർ, നമ്മുടെ പാരൻസ്, എല്ലാം നമ്മൾ കടന്നു വന്ന വഴികളും ഓൾ ദീസ് തിങ്സ് കംസ് ബാക്ക് ടു അസ്. ആൻഡ് ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ് ഗൈസ്. അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഇങ്ങനത്തെ ഒരു പടം മിസ്സാക്കാതിരിക്കുക. ഒത്തിരി എഫേർട്ട് എടുത്ത്
ചെയ്തൊരു പടമാണ് ഗൈസ്. ഇവർ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. കൂടുതലൊന്നും പറയാനില്ല ഗൈസ്. പക്ഷേ ഇതിൽ കാണിക്കുന്ന പോലെ പയ്യന്മാർ കുറച്ച് സൂക്ഷിക്കുക ലൈഫിൽ. ബിക്കോസ് നമ്മുടെ ആ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്ന സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഗൈസ്. അപ്പം പല കാര്യങ്ങൾ വഴി നമുക്ക് നമ്മുടെ യൂത്ത് തൊലച്ച് കളയാൻ പറ്റും. സോ പ്ലീസ് ബി ബിവെയർ. കറക്റ്റായിട്ടുള്ള ഫ്രണ്ട്സിനെ കൂട്ടുപിടിക്കുക. ബി കമ്പാഷനേറ്റ് ടു യുവർ ഫാമിലി ആൻഡ് യുവർ സിബ്ലിങ്സ്. ഞാൻ പറയും, നമുക്ക് നമ്മളൊരു കഷ്ടകാലത്തിൽ നിൽക്കുമ്പം ഇവരൊക്കെ മാത്രമേ കാണത്തുള്ളൂ. അതിൽ ഹാഷിർ പറയുന്ന പോലെ തന്നെയാണ്, മിക്കവരും പോവും. നിങ്ങളെ കൂടെ നിന്ന് അലമ്പ് കാണിക്കാനും നിങ്ങളെ കൊണ്ട് കുഴി ചാടിക്കാനും നിൽക്കുന്നവരുടെ കേസാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ ജെന്യൂൻ ആയിട്ടുള്ള കൂട്ടുകാരുടെ കേസിലല്ല. പല കാര്യങ്ങളും നിങ്ങൾ അഡിക്റ്റഡ് ആക്കാൻ ചാൻസ് ഉണ്ട്, നിങ്ങളെ കൊണ്ടൊന്ന് ട്രബിളിലാക്കാൻ ചാൻസ് ഉണ്ട്, നിങ്ങൾക്ക് അതുവഴി ചീത്തപ്പേരുണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനത്തേക്ക് ഓരോ സിറ്റുവേഷനിൽ എത്തുമ്പോഴും നിങ്ങളെ കൂടെ കാണുന്നത് നിങ്ങളെ വളർത്തി വലുതാക്കിയ പാരൻസ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെ കൂടെ ജീവിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെ കൂടെ ഉള്ള എല്ലാ കാര്യത്തിനും കൂട്ടുനിൽക്കുന്ന നിങ്ങളെ ബ്രദർ സിസ്റ്റർ അങ്ങനെയുള്ളവരായിരിക്കും, അല്ലെങ്കിൽ പിന്നെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കും. സോ ബേസിക്കലി അവർക്കൊരു ഡിസ്ഗ്രേസ് ആവരുത്. നിങ്ങൾ മനസ്സിലായില്ലേ? അവരുടെയൊക്കെ സ്നേഹത്തിന് ഒരു വില കൊടുക്കുക. ബി എ ഗുഡ് ഹ്യൂമൻ ബീയിങ്. ആൻഡ് നിങ്ങളുടെ ഒരു യൂത്തും ഫ്യൂച്ചറും കളഞ്ഞിട്ടുള്ള ഒരു പരിപാടിയും ചെയ്യരുത്. ഈ സിനിമയിൽ ഒരുപാട് നല്ല മെസ്സേജ് ഉണ്ട്. സോ അതുതന്നെ എനിക്ക് പറയാനുള്ളത്, അങ്ങനത്തെ സിറ്റുവേഷനിലൊന്നും പോയി വീഴരുത്. ജസ്റ്റ് ഫോക്കസ് ഓൺ യുവർ ലൈഫ്. ട്രൈ ടു ബി ഹാപ്പി ആൻഡ് മേക്ക് അതേഴ്സ് ഹാപ്പി അറൗണ്ട് യു. ആ ഒരു സാധനം അല്ലാതെ കേസ് ലൈഫിൽ വേറെ ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്ക് എത്രത്തോളം ഇഷ്ടമുള്ളവരെ കട്ടയ്ക്ക് കൂടെ നിൽക്കുക, എന്താ പറയുമല്ലോ, അവർക്കൊരു പ്രശ്നം വരാതെ നോക്കുക. ആൻഡ് സിനിമ കണ്ട് എൻജോയ് ചെയ്തു. യു ഓൾ go and watch it in theaters and make this a huge hit because they deserve this kind of success. Because അത്രമാത്രം അവരും കഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിൻ്റെ കാസ്റ്റും ക്രൂവും ഒക്കെ. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് പറയാനുള്ളത്. ജസ്റ്റ് ബി എ ഗുഡ് ഹ്യൂമൻ ബീങ്, ഗുഡ് സിസ്റ്റർ, ഗുഡ് ബ്രദർ, ഗുഡ് ഫ്രണ്ട്, ഗുഡ് വാട്ട് എവർ. ഗുഡ്നെസ് ഈസ് എ കോമൺ ഫാക്ടർ ഹിയർ. ആൻഡ് ഈ സിനിമ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇഫ് യു ഹാവ് ഒരു കൈൻഡ് ഓഫ് അറ്റാച്ച്മെൻറ്റ് ടുവേർഡ്സ് എനി വൺ ഇൻ യുവർ ലൈഫ്, അതെല്ലാം പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ് ഗൈസ്. സോ മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. മേക്ക് ദെയർ എഫേർട്സ് കൗണ്ട്. തിയേറ്ററിൽ തന്നെ കാണുക ഗൈസ്. പടം പൊളിക്കട്ടെ. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പടം തൂക്കി ഹാഷിറും പിള്ളേരും. ആൻഡ് ഐ എം സൂപ്പർ ഹാപ്പി ഫോർ ഹിം ആൻഡ് ഹിസ് ഫ്രണ്ട്സ്. സോ സീ യു ഗൈസ്. അടുത്ത സിനിമ റിവ്യൂ ആയിട്ട് വരാം. ബൈ.